ഹലോ മച്ചന്മാരെ, സ്നേഹിതരെ, നാട്ടുകാഴ്ചകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഗ്രാമങ്ങളുടെ കാഴ്ച, പ്രത്യേകിച്ച് ഗോതമ്പ് പാടങ്ങളുടെ നല്ല കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഗോതമ്പ് വിളഞ്ഞിട്ടില്ല, എന്നാൽ ഒരു 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 60% പാകമായ ഗോതമ്പ് പാടങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. എന്താണ് ഗോതമ്പിൻ്റെ വിശേഷം? ഒരുപാട് വർഷത്തേക്കുള്ള ഗോതമ്പ് ഇന്ത്യയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമായി മാറിയിട്ടുണ്ട് ഗോതമ്പ് ഇന്ത്യയിൽ. സ്നേഹിതരെ, മധ്യപ്രദേശിലെ ഗോതമ്പ് കൃഷിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. പ്രത്യേകിച്ച് നർമ്മദ നദീതടത്തിലെ കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയില്, ഈ ഗോതമ്പിന് ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ണാണ്. പ്രത്യേകിച്ച് ഈ ശരബത്തി എന്ന് പറയുന്ന ഒരു ഗോതമ്പിൻ്റെ ബ്രാൻഡല്ലല്ലോ, സീഡ്, ലോകപ്രശസ്തമായ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മധ്യപ്രദേശ് മാറിയിട്ടുണ്ട്. സാഹോർ, വിശുദ്ധ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോൾഡൻ ഗ്രെയിൻ എന്നാണ് ഗോതമ്പിനെ വിളിക്കാറുള്ളത്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാവും. ഇന്ത്യയിലെ ഗോതമ്പിൻ്റെ കലവറ എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിനെ പിന്നിലാക്കി പലപ്പോഴും ഹരിയാനയും മധ്യപ്രദേശും ഒക്കെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപിലെത്താറ് തന്നെ ഉണ്ട്. സ്നേഹിതരെ, ഇതിൻ്റെ കൃഷി ആരംഭിക്കുന്നത് ഒക്ടോബർ പകുതി മുതൽ അല്ലെങ്കിൽ നവംബറിൻ്റെ ആദ്യം മുതൽ ആണ് വിതയ്ക്കാനുള്ള സമയം ആരംഭിക്കുന്നത്. നിലം ഒക്കെ അതിനു മുമ്പ് തന്നെ ഒരുക്കി ട്രാക്ടറുകൾ ഉപയോഗിച്ച് മണ്ണ് നന്നായിട്ട് ഉഴുതി മറിച്ച് ആണിപ്പോൾ കൂടുതൽ ഇതിൽ വിതയ്ക്കുന്നത്. കൃത്യമായ അകലവും ആഴവും ഒക്കെ ഈ ട്രാക്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നനയ്ക്കലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. വെള്ളം നല്ലവണ്ണം കൊടുക്കണം. പിന്നെ ഒരു ക്ലൈമറ്റ്, നല്ല തണുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇതിനകത്ത് ഉണ്ടാകണം. വിതച്ച് 20-25 ദിവസത്തിന് ശേഷം ആദ്യത്തെ നൽകണം. വിളവെടുപ്പ് മുതൽ 4 മുതൽ 6 തവണ വരെ നനയ്ക്കേണ്ടി വരും. മധ്യപ്രദേശിൽ ഈ കനാലും കുഴൽക്കിണറുകളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്, ധാരാളമുണ്ട്. ഇപ്പം സ്പ്രിംഗ്ലർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ കർഷകരുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് തുടങ്ങുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്താണ് ഇവരുടെ എഫേർട്ട്. പുലർച്ചെ തന്നെ തുടങ്ങുന്ന അധ്വാനമാണ് ഇവർക്ക് പ്രധാനമായിട്ടുള്ളത്. പമ്പുകൾ പ്രവർത്തിക്കുക, കളകളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക, വളപ്രയോഗം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ഹട്ടുകൾ കാണാൻ പറ്റും. അവരതിനകത്ത് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹാർവസ്റ്റിംഗ് നടത്തുന്നത്. ഇപ്പോൾ കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൊയ്ത്ത് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ചാക്ക് കണക്കിന് ഗോതമ്പുകൾ വണ്ടികളിലും ലോറികളിലും ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗോതമ്പിൻ്റെ വിളവെടുപ്പ് കാലം ഇന്ത്യൻ കർഷകരുടെ ചാകര കാലഘട്ടമാണ്. അവർ ഏറ്റവും നന്നായിട്ട് സമ്പാദിച്ച് അവരുടെ കുടുംബത്തെ ഒരു വർഷക്കാലം പോറ്റി പുലർത്താനുള്ള ഒരു സാധ്യത കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാ കർഷകർക്കും ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നു. ഇന്ത്യയെ തൊട്ടറിയുക, ഇന്ത്യൻ ഗ്രാമങ്ങളുടെ മണ്ണിനെ തൊട്ടറിയുക. അത് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തണം. ഗോൾഡൻ കളർ പാടങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം.